നമസ്കാരം. കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ. ഇത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചാവക്കാടാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളൊരു ഹൈടെക് ആട്ടിൻ കൂട് ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 10 അടി നീളം, 6 അടി വീതി, 6 അടി ഉയരമുള്ളൊരു ഹൈടെക് ആട്ടിൻ കൂട് കേട്ടോ. ഇതിൻ്റെ കാലുയരം നമുക്കൊരു 3 അടിയോളം വരുന്നുണ്ട്. പിന്നെ കയറാനുള്ള റാമ്പ് എല്ലാ സംവിധാനവും കൂടിയുള്ള കൂടാണ് കേട്ടോ. അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് പറയണ്ടേ. അപ്പോൾ ചിലരൊന്ന് വിളിക്കാറുണ്ട്, വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എപ്പോഴും വിളിക്കും. അപ്പോൾ അതിനാലും ഞാൻ എല്ലാം വിശദമായി ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ചാവക്കാട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് തന്നെയാണ്. അവർ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അറിയാം ഇവിടെ നിന്ന് മാറ്റാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇവിടെ തൊഴുത്തുണ്ട്, അതിനോട് ചേർന്നിട്ട് തന്നെ തൊഴുത്തുണ്ട്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ, 10.6 സൈസ്. കാലുയരം 3 അടി ഉണ്ട്. കയറാനുള്ള റാമ്പ് ഉണ്ട്. പിന്നെ അതുപോലെ വേസ്റ്റ് ട്രേ, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേ. പിന്നെ അതിൻ്റെ മെഷ് യൂസ് ചെയ്തുള്ള 6mm മെഷാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ ഒരു ഹൈടെക് ആട്ടിനും കൂടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ പുല്ലൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുല്ലൂട് സെറ്റ് ചെയ്തുള്ള നമ്മൾ അരക്കര 10 കൈൻ്റെ മെഷിട്ട് സെറ്റ് ചെയ്തുള്ളത്. അതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, പലരും പല അഭിപ്രായമാണ്. ആദ്യമൊക്കെ നമ്മൾ ഷീറ്റ് അടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒന്നിൻ്റെ വെല്ലഡ് മെഷ് അടിച്ച് കൊടുക്കുമായിരുന്നു. പലർക്കും പല അഭിപ്രായമായിട്ട് ലാസ്റ്റ് ഇപ്പം ഞാൻ ഇതാ ചെയ്യുന്നത്. ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ല, പുല്ല് പോവില്ല, പുല്ലടിയിലേക്ക് പോവില്ല തീരെ. അല്ലെങ്കിൽ ചെറിയ പുല്ലുകളൊക്കെ അടിയിൽ പോകുന്ന പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തിയത്. പിന്നെ ഷീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് നനവ് തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. പിന്നെ നമ്മൾ ഫ്ലോർ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ട്രേ ആണില്ല, നല്ല ക്വാളിറ്റി ഉള്ള വേസ്റ്റ് ട്രേ യൂസ് ചെയ്തില്ല കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി വേസ്റ്റ് ട്രേ ആണ്. ചിലർ എന്നോട് ആദ്യമൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, അത് ടെർപ്പായ വലിച്ച് കിട്ടിയുള്ള എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ടെർപ്പായ ഒന്നല്ല, നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗേജുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മേലത്തെ ഷീറ്റും ട്രഫ് ഹോൾഡിങ് ഷീറ്റാണ്. ട്രഫ് ഹോൾഡിങ് ഷീറ്റ് നമ്മൾ വീടിന് യൂസ് ചെയ്യുന്ന സെയിം തന്നെ 0.35 തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൂട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലോർ നമ്മൾ 2x2 ഫ്ലോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയ കൂടൊക്കെയാണ് നമ്മൾ 2x1 ചെയ്യാറുണ്ടെങ്കിലും വലിയ കൂടിനൊക്കെ 2x2 തന്നെ ഫ്ലോർ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ടിൽ നമ്മൾ പുല്ലൂടുണ്ട്, ബാക്ക് സൈഡിൽ നമുക്ക് തീറ്റപ്പാത്രം ഉണ്ട്. അപ്പോൾ 2 സൈഡിലും നമുക്ക് തീറ്റയും പുല്ലും കൊടുക്കാനുള്ള സംവിധാനമാണ്. അതുപോലെ തന്നെ ഇതിന് 2 പാർട്ടീഷനുണ്ട്. അത് പാർട്ടീഷൻ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിൻ്റെ സ്പേസ് കൂടുതല, പാർട്ടീഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടിൻ്റെ സ്പേസ് കുറഞ്ഞു. വലിയ കൂടൊക്കെയാണെങ്കിൽ നമുക്ക് പാർട്ടീഷൻ കൂടുതൽ കൊടുക്കാം. ചെറിയ കൂടൊക്കെ ആകുമ്പോൾ 2 പാർട്ടീഷനൊക്കെ നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കയറാനുള്ള റാമ്പ് അതും ഈ ഫ്ലോർ തന്നെ നമ്മൾ യൂസ് ചെയ്തുള്ളത്. അപ്പോൾ 2x2 ഫ്ലോർ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഫ്ലോർ എന്ന് പറയുക റാമ്പ് കുറച്ച് സ്ലോപ്പ് കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് കുറച്ച് കട്ട് ചെയ്ത് പിന്നെയും ഒരു സ്റ്റെപ്പ് കൂടി കൂട്ടി, എന്നാലേ കറക്റ്റ് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ ആടിന്ന് കയറാൻ പറ്റും, നമ്മൾ കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, സ്ലിപ്പ് ആവണത് കണ്ടു. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റം വരുത്തി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫ്ലോർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് പന്നീനെയൊക്കെ വളർത്താൻ പറ്റിയ ഫ്ലോറാണ് യൂസ് ചെയ്യുന്നത്. അത്രയും ക്വാളിറ്റി ഉള്ള ഫ്ലോർ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഗേജുള്ള. പിന്നെ മെഷും അതെ, 6mm മെഷ് ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. ഈ ചിലർക്ക് എന്നോട് പറയും 1x1 മെഷ് ഇട്ടൂടെ എനിക്ക് ജീവികളുടെ ശല്യമില്ലാതിരിക്കാൻ വേണ്ടി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഇതിൽ. ഈ 1x1 ആകുമ്പോൾ ചിലപ്പോൾ ഇവരെ കൊമ്പ് കൊളത്തി പിടിക്കും. കൊമ്പുള്ളി കൊളത്തി പിന്നെ എടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ കൊമ്പ് ഒടിയാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ 2x2. പിന്നെ ഗേജും കുറവാണ്. 1x1 വരുന്നത് നമുക്ക് 4mm വരുന്നുള്ളൂ. 2x2 ആകുമ്പോൾ 6mm വരുന്നുണ്ട്. അതുകൊണ്ടാണ് 2x2 യൂസ് ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് നമ്മൾ പൈപ്പ് അടിച്ച് കമ്പി അടിച്ച് കൊടുക്കാറുണ്ട്. ഈ മെഷീന് പകരം ഗ്യാപ്പ് ഇട്ടിട്ട് പൈപ്പ് അല്ലെങ്കിൽ കമ്പി അടിച്ച് കൊടുക്കും. ചിലയിടത്തൊക്കെ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഏത് ടൈപ്പ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തു തരാനാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടമാണ്, ഏത് ടൈപ്പിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് റാമ്പ് നനയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഷീറ്റ് തള്ളു കൊടുത്തുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പുറത്തേക്ക് തള്ളു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ തൊഴുത്തുള്ള കാരണം നമുക്ക് പിന്നെ ഇത് പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവരുടെ ഫാം ഹൗസിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കിത് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ സുഖമാണ്. നമുക്കിത് ഇവിടെ വന്നൊന്ന് സെറ്റ് ചെയ്ത കാരണം സിമ്പിളായിട്ട് കൊണ്ടുപോകാനും പറ്റും. അങ്ങനെ ഓരോ പീസായിട്ട് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുപോകാനും സുഖമാണ്.
പിന്നെ ചില കൂട് നമ്മൾ നെറ്റ് ബോൾട്ട് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരും. നെറ്റ് ബോൾട്ട് ആകുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ് കൂടും, ചെറിയ വ്യത്യാസം വരും എന്തായാലും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് 2 കള്ളിയാണ്. കയറാനുള്ള റാമ്പ് നമുക്കായാലും ആടിന് കയറാൻ സൗകര്യത്തിനുള്ള റാമ്പ് ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ ഈ കൂട് തന്നെ നമുക്ക് പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെടുത്താനും പറ്റും. ഈ വലുപ്പത്തിലുള്ള കൂടുകളൊക്കെ നമുക്ക് പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെടുത്തി നമ്മളതിന് എലിജിബിൾ ആണെങ്കിൽ കാശൊക്കെ പഞ്ചായത്തിൽ നിന്ന് പാസ്സായി കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം നമ്മളിതിൻ്റെ ബാക്കിലൊരു വീഡിയോ വരുന്നുണ്ട്, അത് പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട കൂടിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അതിൻ്റെ ഈ കൂടിൻ്റെ വീഡിയോയുടെ ബാക്കിലാണ് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ സുഖമാണ്. അപ്പോൾ വേസ്റ്റ് ട്രേ കംപ്ലൈൻറ്റും വരില്ല. അത് മാത്രമല്ല നമുക്ക് വൈപ്പറിട്ട് വലിച്ച് കാട്ടെടുക്കാനും സുഖം. യൂറിനൊക്കെ നമുക്ക് ആ പാത്തി കൂടെ അങ്ങോട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തീറ്റപാത്രം നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് ചെയ്തുള്ളത്. സെപ്പറേറ്റ് ക്ലാമ്പ് അടിച്ച് എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ സുഖമാണ്. അപ്പോൾ നമുക്ക് കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാനൊക്കെ ഏറ്റവും ബെറ്ററാണ്. പിന്നെ പെല്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അങ്ങനെ സിമ്പിളായിട്ട് എടുത്ത് ക്ലീൻ ആക്കിയിട്ട് അതുപോലെ തന്നെ അതിലിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുള്ളൂ. പിന്നെ ചിലവർക്ക് ഇത് കവർ അടിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഈ മലമ്പ്രദേശം പോലുള്ള സ്ഥലത്തേക്ക് ആകുമ്പോൾ കവറിങ് ചെയ്ത് കൊടുക്കും, അല്ല മറ്റുള്ള ജീവികളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ആ ചെറിയ ഗ്യാപ്പൊക്കെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ട്. അവിടെ അത്യാവശ്യം നല്ല തള്ളുണ്ട് 2 സൈഡിൽ, കാരണം മഴയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു അടിപൊളി ഹൈടെക് കൂടാണ്. അപ്പം നമുക്ക് ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് അന്വേഷിക്കുക. ചിലപ്പോൾ വീട്ടിലേക്കാകുമ്പോൾ റേഞ്ച് പ്രശ്നമുണ്ട്. അപ്പോൾ പരമാവധി വാട്സപ്പ് മെസ്സേജ് അയക്കായിരിക്കും ബെറ്റർ. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നമ്മളതിന് റിപ്ലൈ അപ്പോൾ തരും. 2 നമ്പർ കൊടുക്കുന്നുണ്ട്, 2 നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു എല്ലാ ജില്ലകളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. വണ്ടി വാടക നമുക്ക് എക്സ്ട്രാ വരും കേട്ടോ. ഈ കൂടിന് ഇപ്പോൾ നമുക്ക് 74 രൂപയോളം കൂടിന് വില വന്നിട്ടുണ്ട്, പ്ലസ് വണ്ടി വാടകയും വരും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.